വെറും 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഓവൻ പോലും ഇല്ലാതാണ് ഞാൻ ഈ ഡിസേർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. വീട്ടിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുട്ടികൾക്കോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഡിസേർട്ട്. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള കാരമൽ ബ്രെഡ് പുഡിങ് ഫ്ലോപ്പ് ആവാതെ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ബാ. അപ്പം നമ്മുടെ കടകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ബണ്ണോ ബ്രെഡോ എടുക്കാം. ഞാനിവിടെ ബണ്ണാണ് എടുക്കുന്നത്. ബ്രെഡ് എടുത്താലും കുഴപ്പമില്ല. പിന്നെ നമുക്കൊരു 250 ml പാലും കുറച്ച് പഞ്ചസാരയും 2 മുട്ടയും മാത്രം മതി ഇതിന്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തന്നെ ഒരു ജാറിലോട്ട് ഞാൻ ഈ ബ്രെഡ് മുഴുവൻ ഇതിലോട്ട് പിച്ചിടുന്നുണ്ട്. 2 ബണ്ണാണ് ഞാൻ എടുക്കുന്നത്. അതേപോലെ തന്നെ ഞാൻ ഇതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 കോഴിമുട്ടയും കൂടെ ഉടച്ചൊഴിച്ച് ഒരു 250 മിൽക്കും കൂടെ ഒഴിച്ചിട്ട് ഞാനിത് നല്ല രീതിക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് അരിച്ചെടുക്കണം. നമ്മൾ വേവിക്കുന്ന സമയത്ത് കട്ടയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് അരിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഷുഗർ ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ഇതിലോട്ട് ഒരു നോൺ സ്റ്റിക്കി ആയിട്ടുള്ള പാൻ വെച്ചിട്ട് ഇതിലോട്ടൊരു 150 ഗ്രാം ഷുഗറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിക്ക് ഇത് കാരമലൈസ് ചെയ്തെടുക്കണം. ഈ കാരമലൈസ് ചെയ്തെടുക്കുന്നതാണ് ഇതിന്റെ പ്രധാന പാർട്ട്. കാരണം ഈ കാരമലൈസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമ്മൾ കാരമലൈസ് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് അത് ഞാനൊരു പുഡിംഗ് ട്രേയിലേക്ക് ഏത് ഷേപ്പുള്ള അല്ലെങ്കിൽ ഏത് പാനിലേക്ക് വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ബട്ടറോ ഒന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരിട്ട് കാരമൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് ഒന്ന് ആറിയതിന് ശേഷം ഈ ബാറ്ററും കൂടെ ഒഴിച്ച് ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഇഡ്ഡലി ചട്ടിയിലോട്ട് ആവി കയറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ സാധാ തട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് ആവി കയറ്റിയെടുത്താൽ മതി. ഞാനിത് വെച്ചിട്ട് ഇതിലോട്ടൊരു ഫോയിൽ പേപ്പറും കൂടെ ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. അത് വീഡിയോയിൽ കാണുന്നില്ല. ഇത് ഞാൻ അടച്ചു വെച്ച് ഒരു 25 മിനിറ്റ് വരെ വേവിച്ചെടുക്കണം. വേവിച്ച് ആറി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലോട്ട് 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഒരു തട്ടിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലഫി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ പുഡിംഗ് റെഡിയാണ്. ഇത് കഴിച്ചിട്ട് എൻ്റെ വൈഫിൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളതും കൂടെ ഒന്ന് കണ്ടുപോക്ക്. കൊള്ളാം, നന്നായിട്ടുണ്ട്. അടുക്കള കണ്ടപ്പോഴേക്കും ഒരു സങ്കടം ഉണ്ടായിരുന്നു. ഇത് കഴിച്ചപ്പോൾ മാറി കിട്ടി.